അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കിടയിലൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വിവാഹം കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികളായിട്ടുണ്ട്. വളരെ സമാധാനത്തോടുകൂടെ സന്തോഷത്തോടു കൂടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഖദീജ ബീവിയെ പോലെ വളരെ സമ്പന്നയായ, വളരെ സ്നേഹവതിയായ ഒരു ഭാര്യ കൂടെയുണ്ട്. ദാരിദ്ര്യമായിരുന്നു പ്രവാചകന്റെ പ്രശ്നമെങ്കിൽ ഈ വിവാഹത്തോടുകൂടെ പ്രവാചകന്റെ വീട്ടിലേക്ക് സമ്പത്തും കൂടെ വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാനുഷികമായ നിലയിൽ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ പ്രവാചകന്റെ മനസ്സിൽ അപ്പോഴും വേദനയുടെയും ദുഃഖത്തിൻ്റെയും അസ്വസ്ഥതയുടെയൊക്കെ നിഴലുകൾ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ഈ ഉച്ചനീചിത്വങ്ങൾ മാത്രമല്ല, അനീതി, ഇതുപോലെയുള്ള ബഹുദൈവാരാധനകൾ. നമ്മൾ നേരത്തെ കഅബയുടെ അവസരത്തിലൊക്കെ പറഞ്ഞു എത്രത്തോളം 360-ലധികം വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തുടങ്ങിയ ഒരുപാട് സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന കാര്യങ്ങളൊക്കെ പ്രവാചകനെ അത്രത്തോളം അസ്വസ്ഥമാക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത് ഹിറാ ഗുഹയിൽ പോയിട്ട്, ജബലന്നൂർ പർവ്വതത്തിൻ്റെ മുകളിലാണത്, സമാധാനം തേടിയിട്ട് മലമുകളിൽ തനിച്ചു പോയിരിക്കും. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമായിരുന്നില്ല. കാരണം പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബും ഇതുപോലെ ആ ഗുഹയിൽ ആദ്യമായിട്ട് പോയിരുന്നത് ഇദ്ദേഹമായിരുന്നു. ഈ ഖുറൈശികൾക്കിടയിൽ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഏതെങ്കിലുമൊക്കെ ഒരാൾ ഇതുപോലെ സമാധാനം തേടിയിട്ട് തൻ്റെ കുടുംബവും ജീവിതമൊക്കെ വിട്ടിട്ട് ഇതുപോലെ മലമുകളിൽ പോയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമായിരുന്നില്ല. പലരും അങ്ങനെ ചെയ്തിരുന്നു. അബ്ദുൽ മുത്തലിബും ഇതുപോലെ ഈ ഹിറാ ഗുഹയിൽ പോയിട്ട് ഇരുന്നിരുന്നു എന്നാണ് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ പോയിട്ട് ഇങ്ങനെ തനിച്ച് ധ്യാനനിമഗ്നനായിട്ട് ഏകാന്തതയോടുകൂടെ തൻ്റെ ഈ ആളുകളിൽ നിന്നൊക്കെ വിട്ടിട്ട് താമസിക്കുന്നത്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വഹീനുള്ള മുന്നൊരുക്കം കൂടെ നടക്കുന്നുണ്ട്. ആ കാലത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, പ്രഭാതം പോലെ പുലരുന്ന ദിവ്യമായ സ്വപ്നങ്ങളായിരുന്നു വഹീൻ്റെ ആദ്യമായ സംഭവങ്ങൾ. അഥവാ വഹീന് വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് അള്ളാഹു ഒരുക്കിയെടുക്കുന്നത് എന്നാണ് നമുക്ക് ആ പ്രവാചകന്റെ ഹദീസുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അഥവാ വഹീ ലഭിക്കുന്നതിന് 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകന് വഹീ ലഭിക്കുന്നത്. അതിൻ്റെ ഒരു 6 മാസക്കാലം മുൻപ് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നുണ്ട്. അത് സ്വപ്നങ്ങളുടെ രൂപത്തിലായിരുന്നു. ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നം പിറ്റേ ദിവസം പുലർച്ചെയാകുമ്പോൾ അതുപോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയാണ്. അത് പകൽ പോലെ വ്യക്തമാകുന്ന പുലരുന്ന സ്വപ്നങ്ങളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നടക്കുന്നത്. അത് വഹീൻ്റെ ഒരു ആരംഭ ഘട്ടമായിരുന്നു. താൻ മനസ്സിൽ കാണുന്നതൊന്നും സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യമാണ് എന്നൊരു ബോധ്യത്തിലേക്ക് പ്രവാചകനെ കൊണ്ടുവരാനാണത്. ഒരു വഹി വന്നിട്ട് ഒരാളിങ്ങനെ പറയുമ്പോൾ താനിത് സ്വപ്നം കാണുകയാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് മനസ്സ് പതറിപ്പോവാതിരിക്കാൻ പോലും അത്രത്തോളം വളരെ സൂക്ഷ്മമായ ഘടകങ്ങളിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഇങ്ങനെ ഒരുക്കിയെടുക്കുകയാണ്. ഈ ഒരു 6 മാസക്കാലത്തോളം ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താണോ രാത്രി കാണുന്നത് അത് ഉറക്കുണരുമ്പോൾ രാവിലെ അത് മക്കയിലും തൻ്റെ കുടുംബത്തിലും ആളുകൾക്കിടയിലൊക്കെ പ്രകടമായിട്ട് കണ്ട സ്വപ്നം അതേപോലെ പുലരുന്നു. ഇതിന് മുൻപ് നമ്മൾ ചർച്ച ചെയ്ത ആനക്കലഹ സംഭവവും ബഹീറയുടെ സംഭവവും അതുപോലെ ഈ കഅബ പുനർനിർമ്മാണമൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹീനുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ചരിത്രം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ആ ആനക്കലഹ സംഭവത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഖുറൈശികൾക്ക് വേണ്ടിയിട്ട് മക്കയെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ബഹീറ സംഭവത്തിലൂടെ ഒരു പ്രവാചകൻ ഇവിടേക്ക് വരുന്നുണ്ട് എന്ന ബഹീറ എന്ന പുരോഹിതൻ ഇവിടേക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ കഅബയുടെ പുനർനിർമ്മാണത്തോടു കൂടെ മക്കയിൽ ഉന്നതനായി വരാൻ പോകുന്ന ഒരാളുടെ വലിയൊരു അടയാളം കൂടെ ആ സംഭവത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് പറഞ്ഞതാണ്. അപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം ആ വഹീന് വേണ്ടിയിട്ടും ആ പ്രവാചകത്വത്തിന് വേണ്ടിയിട്ടും ഖുറൈശികളെയും പ്രവാചകനെയൊക്കെ അള്ളാഹു ഇങ്ങനെ ഒരുക്കി കൊണ്ടുവരുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഇതുപോലെയുള്ള സ്വപ്നങ്ങളും പ്രവാചകന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നങ്ങൾ എന്നുള്ളത് വളരെ പുലരുന്ന സ്വപ്നങ്ങൾ, അതൊരു വഹീന്റെ രൂപമാണ്. നമ്മൾ ഇനി വഹീന്റെ രൂപങ്ങൾ പറയുമ്പോൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം. ഇത് വഹീന്റെ രൂപ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകനെ അള്ളാഹു അറുക്കാൻ കൽപ്പിക്കുന്നതൊക്കെ സ്വപ്നത്തിലൂടെയാണ്. അത് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന സ്വപ്നം എന്ന് പറയുന്നത് അവർക്ക് അള്ളാഹു നൽകുന്ന വഹിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഏകാന്തവാസമൊക്കെ പ്രവാചകന് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നത്. ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ പ്രവാചകൻ നടന്നു നീങ്ങുമ്പോൾ
അവിടെ നിന്ന് ഒരു സലാം കേൾക്കുന്നു, നിങ്ങളുടെ മേലിൽ ശാന്തത ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്നാരോ പറയുന്നു. പ്രവാചകൻ ചുറ്റും തിരിഞ്ഞു നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. അപ്പോഴാണ് പ്രവാചകന് മനസ്സിലാവുന്നത് അതൊരു കല്ല് തന്നോട് സലാം പറഞ്ഞതാണ്. മറ്റൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആരെയും കാണുന്നില്ല, ഒരു മരം പ്രവാചകനോട് സലാം പറഞ്ഞതാണ്. എന്തോ അനിതര സാധാരണമായിട്ട് തന്നിൽ നടക്കാൻ പോകുന്നുണ്ട് എന്നൊരു തെളിവ്, സൂചന ഈ സംഭവങ്ങളിലൂടെയൊക്കെ പ്രവാചകൻ നടക്കുന്നുണ്ട്. ഇതുപോലെ ജീവച്ഛവമായ വസ്തുക്കളൊക്കെ പ്രവാചകനോട് സലാം പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്കറിയാം. ജീവനുള്ള മൃഗങ്ങൾ തന്നെ, ഒട്ടകം പ്രവാചകനോട് കരഞ്ഞിട്ട് പരാതിപ്പെടുന്ന സംഭവം നമുക്കറിയാം. അതുപോലെ തന്നെ പ്രവാചകൻ പ്രസംഗിച്ചിരുന്ന മിമ്പർ ഒരു ദിവസം അത് എടുത്ത് ഒഴിവാക്കിയപ്പോൾ അത് പ്രവാചകനോട് കരഞ്ഞിട്ട് സങ്കടം പറഞ്ഞ കഥയൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയായിരുന്നു ഇതുപോലെ കല്ലും മരങ്ങളൊക്കെ പ്രവാചകന് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്ഷയുടെ അഭിവാദ്യങ്ങൾ പ്രവാചകൻ അർപ്പിക്കുകയാണ്. കല്ലുകൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ സലാം പറയുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കഅബയിൽ നിന്ന് കൃത്യം 2 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് ജബലന്നൂർ പർവ്വതം. അത് കണ്ട ഒരുപാട് ആളുകളുണ്ടാവും. ജബലന്നൂർ പർവ്വതം, ആ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലാണ് ഈ ഹിറ ഗുഹ സ്ഥിതി ചെയ്യും. നമ്മൾ ഗുഹ എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കല്പിക്കുന്ന ഒരു തരത്തിലുള്ള ഗുഹ അല്ലത്. അതിന്റെ ചിത്രം ഞാൻ അവിടെ കൊടുക്കാം. ആ തരത്തിലേക്ക് ആ ഗുഹയിൽ പോയിട്ട് ഇന്ന് നമ്മളത് കയറുകയാണെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ ക്രമീകരിച്ചിട്ട് 1 മണിക്കൂർ ദൂരത്തോളം നമുക്കത് കയറാനുണ്ട്. അക്കാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ജബലന്നൂറിന്റെ ഏറ്റവും മുകളിൽ പോയിട്ട് ധ്യാന നിമഗ്നനായിട്ട് ഇങ്ങനെ ആരാധന കർമ്മങ്ങളിൽ ഏർപ്പെട്ട് വളരെ ശാന്തതയോടുകൂടെ സമാധാനത്തിന് വേണ്ടി ഇരിക്കുകയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നുബൂവത്ത് കിട്ടിയതിന് ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും അങ്ങനെ ഏകാന്തമായിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയിരുന്ന ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചിട്ടില്ല. മറിച്ച് അത് ജനങ്ങൾക്കിടയിൽ തന്നെ, അവർക്കിടയിലൂടെ ജീവിച്ചിട്ട് അവർക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ജനങ്ങൾക്ക് വേണ്ടി ആ ജീവിതം സമർപ്പിക്കുകയായിരുന്നു. നുബൂവത്തിന് മുൻപ് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, അവിടുത്തെ പ്രിയ പത്നിയായിരുന്ന ഖദീജ ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പിന്തുണ കൂടെ ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇങ്ങനെ ഏകാന്തമായിട്ട് ആ ഗുഹകളിലൊക്കെ പോയി ഇരിക്കുമ്പോൾ എല്ലാവിധ പിന്തുണയായിരുന്നു ഖദീജ ബീവി നൽകിയിരുന്നത്. പലപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണവുമായിട്ടാണ് ഹിറാ ഗുഹയിലേക്ക് കയറി പോവുക. അവിടെ നിന്ന് ഇറങ്ങി വരിക ഈ ഭക്ഷണം തീരുമ്പോൾ മാത്രമാണ്. ഭക്ഷണം തീർന്നു കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഹ ഇറങ്ങി വരും, ആ മല മുകളിൽ നിന്ന് ഇറങ്ങി വരും, എന്നിട്ട് കഅബ ത്വാഫ് ചെയ്യും. അതിനുശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചു പോവുക. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീട്ടുകാരൊക്കെ കണ്ട് പിന്നെ വീണ്ടും ഭക്ഷണവുമായിട്ട് വീണ്ടും മലമുകളിലേക്ക് കയറിപ്പോകും. അതൊക്കെയായിരുന്നു പ്രവാചകന്റെ പതിവ്. ചില സമയങ്ങളിൽ ഖദീജ ബീവി, അന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹകാലത്ത് 40 വയസ്സാണ് ഖദീജ ബീവിക്ക് എന്ന റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ അക്കാലത്ത് വാർദ്ധക്യത്തിൽ നിൽക്കുകയാണ് ഖദീജ ബീവി. ആ സമയത്ത് പോലും അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ട് ഭക്ഷണ പാനീയങ്ങളുമായിട്ട് അത്രയും വലിയ മല ഖദീജ ബീവി തനിച്ച് കയറുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ എപ്പോഴും ശാന്തതയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ആ പ്രിയപ്പെട്ട ഭാര്യ നിലനിൽക്കുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഖദീജ ബീവി ഭക്ഷണമായിട്ട് കയറി പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഖദീജ ബീവിയും ചിലപ്പോഴൊക്കെ അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ആരാധനകളിൽ മുഴുകിയിട്ട് അവിടെ ഏകയായിട്ട് ഇരുന്നു എന്നൊക്കെ നമുക്ക് ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അത് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുപോകാൻ പോകുമ്പോൾ ഇരിക്കുകയാണോ എന്നും അറിയില്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ബീവിയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നയായിരുന്നല്ലോ ഖദീജ ബീവി. ഒരുപാട് സേവകരുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകന് ഭക്ഷണം കൊടുത്തേക്കണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു സേവകനെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭക്ഷണം കൊടുത്തിട്ട് വിട്ടാൽ മതി. പക്ഷേ ബീവി അതിനൊന്നും മുതിരുന്നില്ല. സ്വയം ആ വാർദ്ധക്യത്തിൽ നിൽക്കുമ്പോഴും ഭക്ഷണം വേണ്ടിയിട്ട് ജബലന്നൂറിൻ്റെ മുകളിലേക്ക് ഖദീജ ബീവി കയറി ചെല്ലുകയാണ്. അത്രത്തോളം വളരെ സ്നേഹപൂർണ്ണമായ ദാമ്പത്യ ജീവിതമായിരുന്നു അതെന്ന് അറിയിക്കുന്ന ഒരു തെളിവായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബഹുദൈവാരാധനകളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഏകനായ ഇലാഹിനെ ആരാധിച്ചുകൊണ്ടുള്ള ദിവസങ്ങളായിരുന്നു അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു റമദാൻ മാസമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ശനിയാഴ്ച ദിവസം പ്രവാചകൻ പതിവ് പോലെ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു വെളിച്ചവും ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നു. പ്രവാചകൻ ചുറ്റും തിരിഞ്ഞു നോക്കി, ആരെയും കാണുന്നില്ല, ഒന്നും വ്യക്തമല്ല. അടുത്ത ദിവസവും ഞായറാഴ്ച ദിവസവും ഇതുപോലെ തന്നെ സംഭവിക്കുന്നു. ഒരു വെളിച്ചവും ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നു, പക്ഷെ ആരും കാണാനില്ല, ഒന്നും വ്യക്തമല്ല. അടുത്ത ദിവസം ഒരു തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണ്ണ നിശബ്ദതയിൽ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നുണ്ട്, ഇഖ്റ, നിങ്ങൾ വായിക്കുക. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മാനസികമായൊരു ധൈര്യമാണ് നമ്മളിവിടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. കാരണം ഒരു മനുഷ്യനുമില്ല, ഒരു മലമുകളിലേക്ക് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കയറി വരുന്നു, അതിന് ശബ്ദം കോലാഹലം ഒന്നും കേൾക്കാനില്ല. ഗുഹയുടെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പ്രവാചകനോട് പറയുന്നു, ഇഖ്റ. ആ സമയത്ത്
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ ബോധം കെട്ടുപോലും വീഴാനുള്ള ചാൻസുകളുണ്ട്. അവിടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധീരമായിട്ട് അയാളോട് മറുപടി പറയുന്നത്, എനിക്ക് വായിക്കാൻ അറിയില്ല, ഞാൻ വായിക്കാൻ അറിയാത്ത ആളാണ് എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നത്. ഉടനെ ആ മനുഷ്യന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണച്ചു പിടിക്കുന്നു. ഒരു അണച്ചു പിടിക്കൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്നേഹത്തിൻ്റെ ഒരു ആലിംഗനമായിരുന്നില്ല, മറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലുകൾ പൊട്ടിപ്പോകുമോ എന്ന് പോലും പ്രവാചകൻ ഭയപ്പെടുന്ന അത്തരത്തിലുള്ള ഒരു വേദനിപ്പിക്കലായിരുന്നു അത്. അത്രത്തോളമുള്ള അണച്ചു പിടിച്ചുകൊണ്ട് ആ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേദനിപ്പിച്ച ഒരു ഘട്ടമായിരുന്നു അത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശ്വാസം മുട്ടി തുടങ്ങിയപ്പോഴാണ് ആ ആഗതൻ ആ പിടിവെട്ടുന്നത്. വീണ്ടും പറയുന്നു ഇഖ്റ. പ്രവാചകൻ പതിവ് പോലെ മറുപടി പറയുന്നു, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല. വീണ്ടും ഇതുപോലെ പ്രവാചകനെ ഇങ്ങനെ അണച്ചു പിടിക്കുന്നു. പ്രവാചകൻ ശ്വാസം മുട്ടി മരിച്ചു പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആ പിടിവിടുന്നു. മൂന്നാമത്തെ പ്രാവശ്യവും ഇഖ്റ പറയുന്നു. ആ സമയത്ത് ആ വന്ന ആഗതൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓതിക്കൊടുക്കുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്. നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ നാമം കൊണ്ട് നീ വായിക്കുക. മനുഷ്യ രാശിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഖുർആനീക സൂക്തം അവിടെ ഇറയുടെ നിശബ്ദതയിൽ പ്രവാചകന്റെ ചെവികളിലേക്ക് മനുഷ്യരൂപത്തിൽ വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പതിയെ മന്ത്രിച്ചു കൊടുക്കുകയാണ്. 500 വർഷക്കാലം നീണ്ട ആ ജാഹിലിയത്തിൻ്റെ ഇരുട്ടറയിലേക്കാണ് ഇഖ്റയുടെ മനോഹരമായ പ്രകാശം ഇങ്ങനെ ഉറ്റിയിട്ട് വീഴുന്നത്. ഒരുപാട് മനോഹരമായ സംഭവങ്ങൾ അവിടെ തുടക്കം കുറിക്കുകയാണ്. ഇസ്ലാമിൻ്റെയും ആ ഖുർആനിൻ്റെയൊക്കെ മനോഹരമായ വളരെ ജ്വലിപ്പിക്കുന്ന ഒരു അധ്യായത്തിന് അവിടെ ആ ജിബ്രീൽ അലൈഹിസ്സലാം നാന്ദി കുറിക്കുകയാണ്. എന്തിനായിരുന്നു ഇതുപോലെ ഈ മലക്ക് വന്നിട്ട് പ്രവാചകനെ ഇങ്ങനെ ഇഖ്റ എന്ന് പറയുകയും ശേഷമുള്ള ഇങ്ങനെ അണച്ചു പിടിച്ചുകൊണ്ട് പ്രവാചകൻ ശ്വാസം മുട്ടുന്നത് വരെ പിടിച്ചത് എന്ന് ചരിത്രകാരന്മാരത് വിലയിരുത്തുന്നുണ്ട്. അവർ പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ജീവിതത്തിൽ 6 മാസക്കാലമായിട്ട് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവം പ്രവാചകൻ ഉറക്കത്തിലൊക്കെ കണ്ട സ്വപ്നമാണോ എന്ന് പ്രവാചകൻ തെറ്റിദ്ധരിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മലക്കിങ്ങനെ ചേർത്ത് പിടിച്ചത് എന്നൊക്കെ ചില ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അഥവാ നമുക്കിപ്പോൾ ചില സന്ദർഭങ്ങൾ നമ്മളതിനെ ഇങ്ങനെ നുള്ളി നോക്കാറൊക്കെ അല്ലേ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ, സ്വപ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലത്തെ ഒരു രംഗമായിരുന്നു ഇത് എന്നാണ് ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു അഭിപ്രായത്തിൽ ഇതൊരു ശാരീരികമായിട്ടുള്ള ഒരു മുന്നൊരുക്കമായിരുന്നു വഹീനുള്ള, അഥവാ എല്ലാ ആരാധന കർമ്മങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ശാരീരികമായ മുന്നൊരുക്കം, നിസ്കാരത്തിന് മുൻപ് ഉള്ളൂ, അങ്ങനെ ഓരോ ശാരീരികമായ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ ഓരോ തയ്യാറെടുപ്പുകളുണ്ട്. അതുപോലെ വഹീന് മുൻപുള്ള ഒരു തയ്യാറെടുപ്പ് പ്രവാചകനെ ഉണർത്താനുള്ള അതിനുള്ളൊരു ശാരീരികമായ മുന്നൊരുക്കമായിരുന്നു ഇത് എന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ അതിൽ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായതിലൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് ഹദീസുകൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണ് ഈ സൂറത്ത് ആദ്യമായിട്ട് ഒരു ഖുർആൻ ഇറക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതിൽ ഒരുപാട് ചിന്തിക്കാനുള്ള പഠിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. അവിടെ നമ്മൾ വളരെ ചുരുക്കിയിട്ട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. അഥവാ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ഖുർആൻ ഇറങ്ങുമ്പോൾ അവിടെ നിസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് മനുഷ്യരാശിയോട് ദൈവം വായിക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പിക്കുന്നത്. വായന, അറിവ് നേടാനും വായിച്ച് അറിവുകൾ കണ്ടെത്താനൊക്കെ ഉള്ള മനുഷ്യനെ മറ്റ് മൃഗങ്ങളിൽ നിന്നും ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തനാക്കുന്ന, വ്യതിരക്തനാക്കുന്ന ഒരേ ഒരു കാര്യം അവരുടെ അറിവാണ്. അത് വായനയിലൂടെ മാത്രം സ്വായത്തമാകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അറിവ് പഠിക്കുക, അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങൾ നടത്തുക, അതിനുള്ള വായനകളിൽ സജീവമാവുക എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിൻ്റെ നാമത്തിൽ നിങ്ങൾ വായിക്കുക. അവിടെ മറ്റൊരു അടിവരായിട്ട് കൂടെ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ കൂടെ, നമ്മുടെ ഹൃദയത്തിൽ കൂടെ അടിയുറച്ച് വിശ്വസിപ്പിക്കേണ്ടതാ ഒരു സൃഷ്ടാവ് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു അടിവരയിട്ടുകൊണ്ട് അവിടെ പറയുന്നുണ്ട്. അതിനുള്ള ശേഷം വരുന്ന സൂറത്തുകൾ ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവന് മനുഷ്യനെ ഒരു രക്തപിണ്ഡത്തിൽ നിന്ന് സൃഷ്ടിച്ചു തുടങ്ങിയ ആയത്തുകളൊക്കെ വരുന്നതും ഒക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഉണർത്തി കൊടുക്കുകയും അങ്ങനെ അല്ലദീ അല്ലമ ബിൽ കലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, അഥവാ ആദ്യ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വായിക്കാൻ വേണ്ടിയിട്ടും പേനയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അഥവാ അറിവിനോടുള്ള അത്രയും വലിയൊരു പ്രത്യേകതയും സവിശേഷതയും ഒക്കെയാണ് ആദ്യ സൂക്തത്തിൽ തന്നെ, ആദ്യ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്ത് ആദ്യമായിട്ട് അല്ലാഹു തിരഞ്ഞെടുത്തത് എന്നൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇത്രയും ആദ്യത്തെ 5 ആയത്തുകൾ ഓതിക്കൊടുക്കുന്നു. പ്രവാചകൻ പേടിച്ചവശനായിട്ടിരിക്കുകയാണ്. ഒരു ആൾ വന്നുകൊണ്ട് അണച്ചു പിടിക്കുന്നു.
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വഹി ഇറങ്ങുക എന്നുള്ളത് എത്രത്തോളം ഭീതിതമായ സാഹചര്യമാണ്. പ്രവാചകൻ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയുന്നില്ല. പ്രവാചകൻ അയാൾ പോയ ഉടനെ മലയിറങ്ങിയിട്ട് ഓടുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയർക്കുന്നുണ്ട്. പേടിച്ചവശനായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജബലുൻ നൂർ ഇറങ്ങിയിട്ട് ഓടുക. ആ കാലത്ത് അവിടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളായിട്ട് അബൂ ത്വാലിബുണ്ട്, അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ട്, അവരുടെ കൂട്ടുകാരായിരുന്നല്ലോ. പക്ഷേ അവരുടെ അടുത്തേക്കൊന്നും അല്ല പ്രവാചകൻ ഓടിച്ചെല്ലുന്നത്. നേരെ തൻ്റെ പ്രിയപ്പെട്ട പത്നിയുടെ അടുക്കലേക്ക്, തൻ്റെ വീട്ടിലേക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചെല്ലുന്നത്. കാരണം അവിടെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമുള്ളത് എന്ന് പ്രവാചകന് ഉറപ്പായിരുന്നു. അങ്ങനെ 1 മണിക്കൂറിലധികമൊക്കെ ആ മല ഇറങ്ങിയിട്ട് പ്രവാചകൻ്റെ വീട്ടിലേക്ക് 2 മണിക്കൂറിനടുത്തൊക്കെ ഉണ്ട്. അത്രത്തോളം ആ ദൂരം മുഴുവൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ച് വിറച്ചുകൊണ്ട് ഓടുകയാണ്. അത്രത്തോളം വേദനയോടെയായിരുന്നു പ്രവാചകൻ്റെ കടന്നു പോകും മുഴുവനും. അങ്ങനെ ഓടി ചെന്നിട്ട് പ്രവാചകൻ പറയുന്നു, സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ. അത് ഒരു സ്നേഹത്തിൻ്റെ തലോടൽ കൂടിയാണ്. സ്നേഹത്തിൻ്റെ പുതപ്പിട്ട് മൂടാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ പറയുന്നത്. പുതപ്പിട്ട് മൂടിയിട്ട് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കൂ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചിട്ട് വിറച്ചിട്ട് പനിക്കുന്നുണ്ട്. ആ അവസരത്തിൽ പ്രവാചകൻ പറയുന്നത് സമ്മിലൂനി യാ ഖദീജ, എന്നെ ചേർത്ത് പിടിക്കൂ, എന്നെ പുതപ്പിട്ടിട്ട് ചേർത്ത് പിടിക്കൂ എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസരത്തിലും പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഖദീജ ബീവി എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുത്തി ചോദ്യങ്ങൾ ചോദിക്കാതെ എന്താണോ നബി പറഞ്ഞത് അതുപോലെ ചെയ്യുന്നു. ഒരു പുതപ്പെടുത്തിട്ട് ബീവി പ്രവാചകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശാന്തമാക്കുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രവാചകൻ നോർമലായി എന്ന് മനസ്സിലായപ്പോൾ മാത്രം ഖദീജ ബീവി ചോദിക്കുന്നു, എന്ത് പറ്റി? ആ സമയം ഒരു ബീവിയുടെ വളരെ ഒരു മെച്യൂരിറ്റിയുള്ള ഒരു ജീവിത സാഹചര്യവും അവിടുത്തെ ഒരു ഇടപെടലൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാകുന്നത്. കാരണം ഇങ്ങനെ പേടിച്ച അവസരമായി വരുമ്പോൾ തന്നെ എന്ത് പറ്റിയെന്നൊന്നും ചോദിക്കുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ സ്നേഹത്തോടെ സാന്ത്വനത്തോടു കൂടെ സമാശ്വസിപ്പിച്ചിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോർമലായതിനു ശേഷം മാത്രം ചോദിക്കുന്നു, എന്ത് പറ്റി പ്രവാചകരെ? ആ സമയത്ത് പ്രവാചകൻ മറുപടി പറയുന്നു, ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേദനയോടെ ഈ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഖദീജ, എനിക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഖദീജ, എനിക്കറിയില്ല എനിക്ക് എന്താണ് പറ്റിയെന്ന്. ഞാൻ ആരും കാണാത്ത കാര്യങ്ങൾ ഞാൻ കാണുകയാണ്, ആരും കേൾക്കാത്ത കാര്യങ്ങൾ ഞാൻ കേൾക്കുകയാണ്. ഇതുപോലെ കല്ലുകൾ എന്നോട് സലാം പറയുന്നു, മരങ്ങൾ എന്നോട് സലാം പറയുന്നു, എനിക്ക് അറിയില്ല എനിക്ക് എന്താണ് പറ്റിയെന്ന്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേദനയോടെ ഖദീജ ബീവിയോട് നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. ആ സമയത്ത് ഖദീജ ബീവി ആ പുതപ്പിൽ ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 വർഷക്കാലത്തെ ജീവിതം കുറിച്ചു വെക്കുന്ന വാക്കുകൾ. അഥവാ നുബൂവത്തിന് മുൻപ് പോലും ആ ജീവിതം എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന വാക്കുകളായിരുന്നു ഖദീജ ബീവി ആ വേളയിൽ പറയുന്നത്. അള്ളാഹു ഒരിക്കലും നിങ്ങളെ കൈവെടിയുന്നില്ല പ്രവാചകരെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഒരിക്കലും അള്ളാഹു കൈവെടിയില്ല. കാരണം നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമനോഹരമായ സ്വഭാവങ്ങളെയാണ് ബീവി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാ കുടുംബ ബന്ധങ്ങളും മുഴുവൻ ചേർക്കുന്ന ആളാണ്, അവരോട് അത്രത്തോളം സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് അള്ളാഹു കൈവെടിയുക? മാത്രമല്ല, നിങ്ങൾ നിരാലംബരായ ആരുമില്ലാത്ത ആളുകൾക്ക് നിങ്ങൾ അവലംബമാകുന്ന ഒരാളാണല്ലോ. ഒന്നുമില്ലാത്ത ആളുകൾക്ക് അവരുടെ പട്ടിണി മാറ്റുന്ന ആളാണല്ലോ നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹു കൈവെടിയുക? മാത്രമല്ല, അഗതികളുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ആളാണല്ലോ നിങ്ങൾ. ഇതിൻ്റെ ഉദാഹരണങ്ങളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതിനു മുൻപ് പറഞ്ഞ ഹിൽഫുൽ ഫുദൂൽ സംഭവമൊക്കെ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞതാണ്. നീതിക്ക് വേണ്ടിയിട്ട് ആരുമില്ലാത്ത ആളുകൾക്ക് കൂടെ നിൽക്കുന്ന പ്രവാചകനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആരുമില്ലാത്ത ആളുകൾക്ക് പ്രവാചകൻ തുണയാകുന്നതൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ്. മാത്രമല്ല, നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. ഒരു അതിഥികൾ വന്നു കഴിഞ്ഞാൽ അറബികളുടെ ഒരു മര്യാദയായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ ഏറ്റവും മുൻപിലുണ്ടായിരുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ പോലും നുബുവത്തിന് ശേഷവും ആ സ്വഭാവം നമ്മൾക്ക് എടുത്തുദ്ധരിക്കാൻ പറ്റുന്നതാണ്. സഹാബത്തൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അഹ്ലു സുഫയുടെ ആളുകളോട് പെരുമാറുന്നതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ സംസാരിച്ചതാണ്. അത്രത്തോളം സ്നേഹത്തോടെ പ്രവാചകൻ അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് വേണ്ട ഭക്ഷണ മര്യാദകളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. പ്രവാചകൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ പോലും അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന പ്രവാചകനെ നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്, ദുരിത ബാധിതരെ നിങ്ങൾ സഹായിക്കുന്നുണ്ട് തുടങ്ങിയിട്ട് ഖദീജ ബീവി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമകളെ ഇങ്ങനെ എടുത്ത് പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. ചില ഗ്രന്ഥങ്ങളിൽ വീണ്ടും കൂട്ടിച്ചേർക്കലുകൾ കാണാം. നിങ്ങൾ സത്യം മാത്രം പറയുന്ന ആളാണ്, മാത്രമല്ല വിശ്വസിച്ചേൽപ്പിച്ചവർക്ക് അത് എല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുന്ന ആളാണ്, മാത്രമല്ല നിങ്ങൾ സൽസ്വഭാവത്തിൻ്റെ ഉടമയാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരു തിന്മ പോലും ഇതുവരെ ചെയ്തിട്ടില്ല തുടങ്ങിയിട്ട് ഖദീജ ബീവി അവിടുത്തെ ഭാര്യയാണിത് പറയുന്നത് ഓർക്കണം. നാട്ടുകാർ മുഴുവനും ഒരാളെപ്പറ്റി നല്ലത് പറയുമ്പോൾ പോലും അവിടുത്തെ വീട്ടിലുള്ള ആളുകളെ കൊണ്ട് നന്മ പറയിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ
ഏറ്റവും വലിയ വിജയം. കൂടെ കിടക്കുന്ന ഭാര്യയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സ്വഭാവ മഹിമകൾ മുഴുവൻ എടുത്തു തിരിക്കുന്നത്. അത് വിശ്വസ്തതയുടെ സംഭവം ബിബി പറയുന്നുണ്ട്. അത് ഹിജറയുടെ വേളയിൽ നമ്മൾ കണ്ടതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിത സാഹചര്യത്തിൻ്റെ ഒരു സംഭവം അത് ഹിജറയുടെ വേളയിലാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പട്ടിണിക്കിട്ടിട്ട് മക്കാർ ആട്ടി ഓടിക്കുമ്പോൾ പോലും അലി റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വീട്ടിൽ തന്നെ നിർത്തിയിട്ടാണ് പോകുന്നത്. അലി തന്നോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഇവിടെ മക്കയിലെ ആളുകൾ അവരുടെ വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെക്കാൻ, അവരുടെ മൂല്യമേറിയ പണവും സ്വർണ്ണമൊക്കെ ശേഖരിച്ചു വെക്കൽ എൻ്റെ വീട്ടിൽ അവരെന്നെയാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും പോയി കഴിഞ്ഞാൽ അത് അവരെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പട്ടിണിക്കിട്ടിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൽപ്പിച്ച് ആട്ടി ഓടിക്കുന്ന, സ്വന്തം ജന്മനാട് വിട്ടിട്ട് ആട്ടി ഓടിക്കുന്ന മനുഷ്യരുടെ സ്വർണ്ണമാണിത്. അത്രത്തോളം അവർ പ്രവാചകനെ ആക്ഷേപിക്കുമ്പോഴും അവരുടെ സ്വർണവും പണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുന്നത് പ്രവാചകനെയാണ്. അതുകൊണ്ട് അത് അവർ ഓരോരുത്തരുടെയും പേരുണ്ട്, അത് ഓരോരുത്തർക്കും തിരിച്ചു കൊടുത്തിട്ടേ അലി നീ മദീനയിലേക്ക് വരാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ തങ്ങളും മദീനയിലേക്ക് യാത്ര തുടങ്ങുന്നത്. വിശ്വസ്തതയുടെ പൂർണ്ണ സ്വരൂപമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ അവിടെ എല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഖദീജ പറഞ്ഞു കൊടുക്കുന്നു, നിങ്ങളെ അള്ളാഹു ഒരിക്കലും കൈവിടിയില്ല. നല്ല മനുഷ്യരായി കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ആരെയും പറ്റിക്കാതെ ഏറ്റവും മനോഹരമായ സ്വഭാവത്തിനുടമയായിട്ട് മനോഹരമായി നമ്മൾ അള്ളാഹു പറയുന്ന പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും അള്ളാഹു നമ്മളെ കൈവടിയില്ല എന്നുള്ളത് കൂടിയാണ് ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രവാചകന്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ലക്ഷ്യം കൂടെ ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല അള്ളാഹു നിങ്ങളൊരിക്കലും കൈവടിയില്ല, അള്ളാഹു നിങ്ങളെങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് എന്നൊക്കെ ഖദീജ ബീവി പറഞ്ഞുകൊണ്ട് ഖദീജ ബീവി പ്രവാചകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ബീവിയുടെ വിശ്വസ്തതയും ബീവിയുടെ ഈമാനും ഒക്കെ അവിടെ പ്രകടമാകുന്നുണ്ട്. ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടിയിട്ട് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് ഖദീജ ബീവി ചെല്ലുക. വറഖത്ത് ബിൻ നൗഫൽ എന്നാൽ ഖദീജ ബീവിയുടെ ബന്ധു കൂടിയാണ്. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇറക്കി കൊടുത്ത അതേ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്ന, അതേ പാരമ്പര്യം പിൻപറ്റുന്ന ഏകദൈവ വിശ്വാസിയായിട്ട് ജീവിക്കുന്ന അക്കാലത്തുണ്ടായിരുന്ന ഒരു മുസ്ലിമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അതേ മതം പിന്തുടരുന്ന ആളാണ്. അങ്ങനെ അത്രത്തോളം ജീവിക്കുന്ന ആളാണത്. അത് മാത്രമല്ല അദ്ദേഹത്തിന് ഹിബ്രു ഭാഷകളിൽ ഗ്രന്ഥങ്ങൾ രചിക്കാൻ കഴിവുള്ള, വായനകളുള്ള, എഴുത്തുകളുള്ള വലിയ പണ്ഡിതനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അയാളുടെ അടുത്തേക്കാണ്, ഈ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്കാണ് ഖദീജ ബീവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂട്ടി ചെല്ലുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അക്കാലത്ത് എത്തിയപ്പോഴേക്കും വൃദ്ധനായിട്ടുണ്ട്, മാത്രമല്ല അന്ധനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യം മൂലം അദ്ദേഹം അന്ധനായി മാറിക്കഴിഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന ജീവിത സാഹചര്യങ്ങളിലേക്കാണ് പ്രവാചകനും ഖദീജ ബീവിയും ചെല്ലുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ട സംഭവങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഈ വറഖത്ത് ബിൻ നൗഫലിന് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹം വളരെ ശാന്തമായി എല്ലാം ഇരുന്ന് കേട്ട ശേഷം അദ്ദേഹം തിരിച്ച് മറുപടി പറയുന്നത്, ഇത് മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് വന്ന അതേ നാമൂസാണ് എന്നുള്ളതാണ്. നാമൂസ് എന്നാൽ ഗ്രീക്ക് പദത്തിൽ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെയാണ്, അഥവാ ജിബ്രീലാണ് ഇത് എന്ന് ആ വറഖത്ത് ബിൻ നൗഫൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുൻപുണ്ടായിരുന്ന വേദഗ്രന്ഥങ്ങളിൽ അറിയുന്ന അതിൻ്റെ പാണ്ഡിത്യമുള്ള വറഖത്ത് ബിൻ നൗഫലിനെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റി. ഇത് ഏവരും കാത്തിരിക്കുന്ന ആ പ്രവാചകന്റെ വരവാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ എളുപ്പത്തിൽ ഈ സംഭവങ്ങളെ കേട്ടപ്പോൾ തന്നെ ഇത് ജിബ്രീലാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഇവിടെ എടുത്തു പറഞ്ഞു? അതിനു മുൻപ് വന്ന പ്രവാചകന്മാരിലൊക്കെ വന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാം തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എടുത്തു പറഞ്ഞു എന്നതിൽ പോലും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത്, അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്യതകൾ കാണുന്നുണ്ട്. അഥവാ അദ്ദേഹം അവരുടെ നാട്ടിൽ നിന്ന് അവർക്ക് ഇറങ്ങി ഓടേണ്ടി വരുന്നുണ്ട്, പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഏറ്റവും വലിയ ശത്രു അഥവാ ഫിർഔൻ, അബൂജഹലിനെ പറ്റി അള്ളാഹു വിശേഷിപ്പിക്കുന്നത് ഈ സമൂഹത്തിലെ ഫിർഔൻ എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സാമ്യതകൾ വിവാഹ ജീവിതം നയിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സാമ്യതകൾ ഇവരുടെ തമ്മിലുള്ള ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ എടുത്ത് ഉദ്ധരിച്ചത് എന്ന് ചരിത്രകാരന്മാർ അതുപോലും അവർ വളരെ നോട്ട് ചെയ്തിട്ട് പറയുന്നത് കാണാം. ഇങ്ങനെ വറഖത്ത് ബിൻ നൗഫൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സമൂഹം നിങ്ങളെ ആട്ടി ഓടിക്കും, ഈ ജനിച്ച മണ്ണിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കും. ആ സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. വളരെ വൃദ്ധനായിട്ട് വാർദ്ധക്യം കാരണം അന്ധനായിരിക്കുന്ന സമയത്താണ് വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നത്. അവർ പറയുന്നത്, ഞാൻ അക്കാലത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കും. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതപ്പെട്ട് ചോദിക്കുകയാണ്, അഥവാ ഞാൻ അൽ അമീനാണ് ഇവർക്കിടയിൽ, എന്നെ ഈ നാട്ടുകാർ ആട്ടി ഓടിക്കുകയോ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം വിശ്വസിക്കാത്ത പോലെയാണ്.
എന്താണെന്ന് അറിയും ഞെട്ടലോടുകൂടെയാണ് വറക്കത്ത് ബിൻ നൗഫലിനോട് ചോദിക്കുന്നത്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം സ്നേഹത്തോടെ കഅബ പുനർനിർമ്മാണത്തെ വേളയിൽ നമ്മൾ കണ്ടതാണ്. പ്രവാചകനോടേക്ക് വരുന്നപ്പോൾ എല്ലാവർക്കും സമ്മതിതനായ ആളാണ് പ്രവാചകൻ. ഹജറുൽ അസ്വദിന്റെ യഥാസ്ഥാനത്തേക്ക് പൊക്കിക്കുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും സ്നേഹത്തോടെ സമ്മതിക്കുന്നുണ്ട്. അത്രത്തോളം വിശ്വസ്തനായി കാണുന്ന അൽ അമീൻ എന്ന് വെളിപ്പേരിട്ട് വിളിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ നാട്ടുകാർ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകർ പോലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് വറക്കത്ത് ബിൻ നൗഫൽ മറുപടി പറയുന്നത്, ഞാൻ അന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെയായിരിക്കും പ്രവാചകരെ. ആ സമയത്ത് വറക്കത്ത് ബിൻ നൗഫൽ മറുപടി പറയുന്നുണ്ട്, മറ്റുള്ളവരെ എല്ലാവരെയും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അന്ന് ഞാൻ ജീവിച്ചിരിക്കണേ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ടെന്നൊക്കെ വറക്കത്ത് ബിൻ നൗഫൽ മറുപടി പറയുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും തൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ വറക്കത്ത് ബിൻ നൗഫൽ ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. അത്രത്തോളം വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിൽ നിന്നിരുന്നു. എന്തുകൊണ്ടാണ് വറക്കത്ത് ബിൻ നൗഫൽ ഈ ഇത്രയും പെട്ടെന്ന് മരണമടഞ്ഞത് എന്നതിൽ പോലും ചരിത്രകാരന്മാർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത്. അതെന്താ വെച്ചാൽ, ഇങ്ങനെ വറക്കത്ത് ബിൻ നൗഫൽ മുൻപുണ്ടായിരുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പാണ്ഡിത്യമുള്ള ആളാണ്. അതുകൊണ്ട് ഈ വഹിയൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വറക്കത്ത് ബിൻ നൗഫലാണോ എന്ന് പോലും ആളുകൾ ചിന്തിക്കുമോ എന്നുള്ളൊരു തരത്തിൽ അള്ളാഹു അത്രത്തോളം സൂക്ഷ്മമായിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെ കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വറക്കത്ത് ബിൻ നൗഫൽ പെട്ടെന്ന് തന്നെ ഈ മരണമടഞ്ഞത് എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അത്രത്തോളം വളരെ സൂക്ഷ്മമായിട്ടാണ് അത്. ഇക്കാലത്ത് അന്നാളുകളൊന്നും അത് പറഞ്ഞില്ലെങ്കിൽ കൂടെ ഇന്നത്തെ കാലത്ത് ചില ആളുകൾ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ വറക്കത്ത് ബിൻ നൗഫലാണ് അതൊക്കെ പറഞ്ഞു കൊടുത്തത് എന്ന അബദ്ധ ജടിലമായ വാദങ്ങളൊക്കെ ഉയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വളരെ പൊള്ളത്തരമായ വാദമാണെന്ന് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. അതിലൊന്നും അഭിപ്രായങ്ങളെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാപൂർണമായ ദിവസങ്ങളായിരുന്നു. കാരണം വഹി നിലച്ചു. അന്ന് ആ ഇറാഖയിൽ വന്ന മാലാക പിന്നീട് തന്നെ തേടി ഇതുവരെ വന്നിട്ടില്ല. അത് 40 ദിവസമായിരുന്നു എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അത് 6 മാസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. മറിച്ച് വർഷങ്ങൾ നീണ്ടുപോയി എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അഥവാ അത്രത്തോളം കാലം പിന്നീട് ആ വന്ന മലക്കോ വഹിയോ ഒന്നും വരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. ഇത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വയം നിർമ്മിക്കുന്ന കാര്യമാണ്. എന്തുണ്ടെങ്കിൽ പ്രവാചകൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു വഹി നിലക്കുന്ന സംഭവം അവിടെ ഉണ്ടാവുകയില്ല. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറയുക പോലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രവാചകൻ സ്വയം ഉണ്ടാക്കി പറയുന്നതല്ല എന്നുള്ളത് വളരെ സുവ്യക്തമായ കാര്യമാണ്. ഇത് വർഷങ്ങളോളം വഹി നിലച്ചു എന്ന് നമ്മൾ കാണുകയാണ്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വീണ്ടും ഹിറായിൽ പോയിട്ട് വീണ്ടും ഏകാന്തമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ആരും തന്നെ തേടി വരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥമാണ്. എന്താണ് എനിക്ക് പറ്റിയത്, എന്തോ പറ്റിയിട്ടുണ്ടെന്നൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ അസ്വസ്ഥമായിട്ട് നടക്കുന്ന കാലമാണത്. ഒരു വട്ടം വഹി വന്നു, പിന്നീട് വരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വേദനയിലൂടെ പോവാം. അങ്ങനെ ഇടയ്ക്കൊക്കെ മല ഇറങ്ങുമ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ജിബ്രീലിൻ്റെ പ്രതിധ്വനികൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനാണ്, ഞാൻ ജിബ്രീൽ എന്ന പ്രതിധ്വനികൾ പലവട്ടം കേൾക്കുന്നുണ്ടെങ്കിൽ കൂടെ പതിവ് പോലെ വന്നിട്ട് ഇതുപോലെയുള്ള ആയത്തുകളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഒരിക്കൽ ഇങ്ങനെ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോഴാണ് പിന്നീട് സൂറത്തിൽ കലം അവതീർണമാകുന്നത്. സംശയിച്ചിരിക്കുന്ന പ്രവാചകനെ കലം സൂറത്ത് ഇങ്ങനെ സുവ്യക്തമായിട്ട് ഇറക്കിക്കൊടുത്ത് ഇങ്ങനെ വിശ്വസിപ്പിക്കുന്ന, എല്ലാം സുവ്യക്തമായിട്ട് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് സൂറത്തുൽ കലമിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അന്നും ഇതുപോലെ പേടിച്ച ആവശ്യമായിട്ട് പ്രവാചകർ ബിലൂനി എന്ന് വിളിച്ചിട്ട് ഖദീജ ബീവിയുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ 2ാമത്തെ അധ്യായവും സൂറത്തുൽ കലമിലെ അധ്യായങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ വളരെ മനോഹരമായ ഏടുകളാണ് ആ ചരിത്രത്തിൽ നമ്മൾ പിന്നീട് കാണുന്നത്. ഇത് വളരെ ആശ്വാസകരമായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ ഇങ്ങനെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് വീണ്ടും പ്രവാചകൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണുന്നത്. അന്ന് വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം മുൻപൊക്കെ വന്നിരുന്നത് ജിബ്രീൽ ഓരോ മനുഷ്യരുടെ രൂപത്തോടെയായിരുന്നു. അന്ന് ജിബ്രീൽ തൻ്റെ തനി രൂപത്തിലാണ്, തനി സ്വരൂപത്തോടെയാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നത്. അന്ന് ഇതുപോലെ സലാം കേട്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുറ്റും നോക്കുന്നുണ്ട്. പ്രവാചകൻ ഇങ്ങനെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രവാചകൻ കേൾക്കുന്നതാണ് യാ മുഹമ്മദ്. ആ വിളി കേട്ടപ്പോൾ പ്രവാചകൻ 4 ഭാഗത്തേക്കും ഒരു വിളി കേട്ടപ്പോൾ ഇങ്ങനെ ചുറ്റും തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ആരെയും കാണുന്നില്ല. വീണ്ടും മലയിറങ്ങി ആ വിളി കേൾക്കുമ്പോൾ പ്രവാചകൻ ആകാശത്തേക്ക് നോക്കുകയാണ്. ആ സമയത്താണ് ചക്രവാളം മുഴുവനും മൂടിക്കിടക്കുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ തനി രൂപം പ്രവാചകൻ കാണുന്നത്. അഥവാ 600 ചിറകുകളുള്ള ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ രൂപം, പച്ച നിറത്തിലുള്ള പച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ 600 ചിറകുകളുള്ള ചക്രവാളം മുഴുവനും മൂടിക്കിടക്കുന്ന പ്രവാചകൻ ആകാശം കാണാൻ വേണ്ടി ഒന്ന് കൊതിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഒരു സമാധാനത്തിന് വേണ്ടി ആകാശം കാണുന്ന പോലും. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ
ജിബ്രീൽ അലൈഹി ഇസ്ലാം നിവർന്ന് നിൽക്കുന്ന, ആകാശം മുഴുവനും മൂടിക്കിടക്കുന്ന ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ തനി രൂപം. പ്രവാചകൻ രണ്ട് പ്രാവശ്യമാണ് അത് കാണുന്നത്. അതിൽ ആദ്യത്തേത് ഇതുപോലെയായിരുന്നു. അങ്ങനെ ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കണ്ടതോടുകൂടെ പ്രവാചകൻ ഭയത്തോടുകൂടെ മുട്ടുകുത്തിയിട്ട് മണ്ണിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു മരത്തിൻ്റെ ചില്ല ചായുന്നത് പോലെ ജിബ്രീൽ ആകാശത്ത് നിന്ന് പ്രവാചകൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ ഹദീസുകളിൽ കാണുന്നത്. പ്രവാചകൻ പേടിച്ചിട്ട് വീട്ടിലേക്ക് ഇറങ്ങി ഓടുക. പതിവ് പോലെ ജമ്മിലൂനി എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ഖദീജ ബീവിയുടെ അടുത്തേക്ക് വരുന്നു. ബീവി പ്രവാചകനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടതൊക്കെ ഒരാൾ കാണുകയാണെങ്കിൽ അയാൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, സദാ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ കണ്ടതൊന്നും മുൻപൊരു പ്രവാചകന്മാരും കണ്ടിട്ടില്ല എന്നൊക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. ഇതുപോലെ വളരെ ഭീതിതമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ പ്രവാചകൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബിവി പ്രവാചകനെ ഇങ്ങനെ സമാശ്വാസിപ്പിക്കുകയാണ്. അങ്ങനെ പേടിച്ച് പരവശയായിട്ട് പനിച്ച് കിടക്കുന്ന പ്രവാചകൻ്റെ അടുത്തേക്ക് വീണ്ടും ജിബ്രീൽ വരുന്നുണ്ട്. സൂറത്തിൽ മുദ്ദസിർ ഇറക്കുന്നുണ്ട്, ഓ മൂടിപ്പത്തിച്ച് കിടക്കുന്നവനെ നിങ്ങൾ എഴുന്നേൽക്കുക. അതൊരു താക്കീതായിരുന്നു സത്യത്തിൽ. മൂടിപ്പതിച്ചുറങ്ങുന്നവനെ നിങ്ങൾ എഴുന്നേൽക്കുക, യാ യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജനങ്ങളെ താക്കീത് ചെയ്യുക. ഇവിടെ ഇങ്ങനെ മൂടിപ്പതിച്ച് കിടക്കാനുള്ളതല്ല നിങ്ങളെന്ന വളരെ വലിയൊരു ഉത്തരവാദിത്തം, ഒരു താക്കീത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അതോടുകൂടി അള്ളാഹു വെച്ചു കൊടുക്കുകയാണ്. യാ യുഹൽ മുദ്ദസിർ സൂറത്ത് ഓതി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരുപാട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ അനുഗ്രഹങ്ങൾ ഒരുപാട് ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പറയണം. അത് പ്രവാചകന് വേണ്ടിയിട്ട് മാത്രം പറയുന്നതല്ല, നമ്മോട് കൂടെ അള്ളാഹു സംസാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അനുഗ്രഹങ്ങൾ പറയണം. നിങ്ങൾ ആന്തരികമായ ശുദ്ധി, വളരെ ശുദ്ധിയാവണത്, ആന്തരികമായ ശുദ്ധി അള്ളാഹു മുൻകിടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പ്രതിഫലം അള്ളാഹുവിൽ നിന്നും മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കണം. ഈ ദൈവത്തിൻ്റെ മാർഗത്തിൽ ഇറങ്ങി, പ്രബോധനത്തിൻ്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ അള്ളാഹുവിൽ നിന്നും മാത്രം പ്രതീക്ഷിക്കണം, മറ്റുള്ള ആളുകളിൽ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സൂറത്തിലൂടെ പറഞ്ഞു കൊടുക്കുന്നതിന് മാത്രമല്ല, ക്ഷമ ഏറ്റവും മുൻപന്തിയിൽ നിങ്ങൾ എടുത്ത് കയ്യിൽ പിടിക്കേണ്ട സാധനം അത് ക്ഷമയാണ്. ആളുകൾക്കിടയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വേളയിൽ ഇറക്കി കൊടുക്കുന്നത്. ഇങ്ങനെ 500 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ജാഹിലിയ്യത്തിൻ്റെ ഇരുട്ടറകളിലേക്ക് വഹീൻ്റെ തൂവൽ സ്പർശം പോലെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വഹി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 രൂപത്തിലാണ് വഹി പ്രവാചകനിലേക്ക് എത്തുന്നത്. ഇതിലൊന്നാമത്തേത് സ്വപ്നമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നത്തിലൂടെ അള്ളാഹു പ്രവാചകൻ സംസാരിക്കുക. പക്ഷേ ഖുർആനിൽ ഒരു ആയത്ത് പോലും ഇതുപോലെ സ്വപ്നത്തിലൂടെ വന്നിട്ടില്ല. അത് പ്രവാചകൻ ഉണർച്ചയിൽ നിൽക്കുമ്പോൾ മാത്രമാണ് പ്രവാചകനിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഒരു രൂപം അത് സ്വപ്നമാണ്. വഹീൻ്റെ രൂപങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ അതിലൊന്നാമത്തേത് സ്വപ്നമാണ്. സ്വപ്നത്തിൻ്റെ രൂപത്തിൽ വഹി ഇറങ്ങുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലേക്ക് കുട്ടിയെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പന കൊടുക്കുന്നത് അവിടുത്തെ സ്വപ്നത്തിലൂടെയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നങ്ങളൊക്കെ പകൽ പോലെ പുലരുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഓരോ സ്വപ്നവും. രണ്ടാമത്തേത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വരാതെ അള്ളാഹു നേരിട്ട് പ്രവാചകന്റെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ ഇട്ടുകൊടുക്കുക, തോന്നിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് വഹീൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റേജ്. അത് മൂന്നാമത്തത് മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം വരുന്നു. എന്നിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ഇക്കറൊക്കെ ഇറങ്ങിയ പോലെ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് വഹീൻ്റെ മൂന്നാമത്തെ സ്റ്റേജ്. ഇത് ദിഹിയാഉൽ കൽബി എന്ന് പറഞ്ഞിട്ടൊരു സ്വഹാബി ഉണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്നൊക്കെയാണ് ഈ സമൂഹത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത്. അത്രയും സുന്ദരനായിരുന്നു. ആ സ്വഹാബിയുടെ വേഷം അണിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ജിബ്രീൽ വന്നിരുന്നത് എന്നൊക്കെ നമുക്ക് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. പ്രവാചകൻ ഒരിക്കൽ വീട്ടിലിരിക്കുമ്പോൾ അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് പോകുന്നു. ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് വന്നതെന്ന് അറിയുമോ? ആ സമയത്ത് ഭാര്യ മറുപടി പറയുന്നുണ്ട്, അത് ദിഹിയ അല്ലേ? ആ സമയത്ത് പ്രവാചകൻ മറുപടി പറയുന്നു, അല്ല, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ്. അങ്ങനെ അത്രത്തോളം വളരെ സുന്ദരനായ ആ വ്യക്തിയുടെ വേഷത്തിലായിരുന്നു പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിരുന്നത്. മറ്റുള്ളൊരു പ്രധാനപ്പെട്ട വഹീൻ്റെ രൂപം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്തതിലധികം വേദനയോടെയുള്ള ഒരു രംഗം. അഥവാ ബുഖാരി ഇമാമിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും കാണാൻ സാധിക്കും, ആകാശത്ത് നിന്ന് ഒരു മണിയടി ശബ്ദം പോലെ കേൾക്കുകയാണ്. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തീവ്രമായ വഹീൻ്റെ രംഗമാണത്. അത്രയും തണുപ്പുള്ള രാത്രികളിൽ പോലും പ്രവാചകൻ ഇങ്ങനെ വിയർത്തൊലിക്കുന്നത് സ്വഹാബത്ത് കാണുന്നുണ്ട് വഹി ഇറങ്ങുമ്പോൾ. ഒരു സ്വഹാബി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് പ്രവാചകൻ ഇരിക്കുമ്പോഴാണ്, ഒരു ചേർന്നിരിക്കുമ്പോൾ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മുകളിലാണ് പ്രവാചകൻ്റെ കാലിരിക്കുന്നത്. വഹീൻ്റെ ഭാരം കാരണം സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ തുടയിൽ പൊട്ടിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. അത്രത്തോളം വേദനാപൂർണമായ പ്രവാചകൻ്റെ മുഖം ഇങ്ങനെ വിവർണമാവുമായിരുന്നു. അത്രത്തോളം വേദനയോടെ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വഹി ഇറങ്ങുന്നത്. ഒരിക്കൽ അവിടുത്തെ ഭാര്യയും പ്രവാചകനും ഇങ്ങനെ ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വഹി ഇറങ്ങുന്നത്. ആ ഭാരം കാരണത്താൽ ഒട്ടകം നിലത്തിരുന്നു പോയി. ആ ഒട്ടകത്തെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ട് പ്രവാചകൻ ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങനെ
വളരെ തീവ്രമായ സാഹചര്യങ്ങളിലൂടെ, ദുരിതപൂർണമായ, പ്രവാചകൻ അത്രത്തോളം വേദനാപൂർണമായ രംഗങ്ങളിലൂടെയായിരുന്നു ഓരോ വഹിയും നമ്മളിലേക്ക് പ്രവാചകൻ എത്തിച്ചു തരുന്നത്. മറ്റൊരു വഹിന്റെ രൂപം ജിബ്രീൽ അലൈഹി സ്വലാം അവിടുത്തെ തനി സ്വരൂപത്തിൽ വരിക എന്നുള്ളതാണ്. 2 തവണ മാത്രമാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇസ്രാ മിഅ്റാജിന്റെ വേളയിലാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം തനി സ്വരൂപത്തിൽ വരികയാണ്. 6ാമത്തെ ഒരു വഹിയുടെ രൂപം എന്നുള്ളത് ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മുഖേന അല്ലാതെ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. മറിച്ച് 7ാമത്തെ ഒരു വഹീന്റെ രൂപം എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ, ഏറ്റവും പരിപൂർണമായ രൂപം എന്നുള്ളത്. നമ്മൾ ഇസ്രാ മിഅ്റാജിന്റെ വേളയിൽ മാത്രമാണ് കണ്ടത്. അള്ളാഹുവിന്റെ അടുക്കിലേക്ക് നേരിട്ട് ചെല്ലുക, അവിടുന്ന് അള്ളാഹു നേരിട്ട് സംസാരിക്കുക എന്നുള്ളതൊക്കെ. പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ബക്കറയുടെ അവസാനത്തെ ആമന റസൂൽ എന്നുള്ളതാണ് അള്ളാഹു നേരിട്ട് പ്രവാചകനിലേക്ക് ചൊല്ലിക്കൊടുത്ത ആ ആയത്ത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ സൂറത്തിന്റെ ശ്രേഷ്ഠതകൾ നമുക്ക് ഒരുപാട് വായിക്കാൻ സാധിക്കും. അള്ളാഹു നേരിട്ട് ഒരാളുടെയും മുഖേനയല്ലാതെ പ്രവാചകനിലേക്ക് എത്തിച്ചു കൊടുത്ത വാക്യങ്ങളാണ് ആമന റസൂൽ. ഇങ്ങനെ തുടങ്ങിയ വളരെ ദിവ്യമായ ആ ബോധനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദിവ്യമായ ജീവിതത്തിൻ്റെ വഹീൻ്റെ ആരംഭമായിരുന്നു അവിടെ അന്ന് ആരംഭിക്കുന്നത്. പിന്നീട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് പ്രബോധനത്തിൻ്റെ വഴിയിലേക്ക് കടക്കുകയാണ്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന പ്രവാചകനെ അവർ അട്ടിയൊടിക്കാൻ തുടങ്ങുന്ന രംഗങ്ങളിലേക്കാണ് നമ്മുടെ കഥകൾ ഇനി എത്തുന്നത്. കാത്തിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.